5 മണിക്ക് തന്നെ എഴുന്നേറ്റാലേ ഒരു പവർഫുൾ മോർണിംഗ് റുട്ടീൻ കിട്ടൂ എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം നമ്മൾ എപ്പോൾ എഴുന്നേൽക്കുന്നു, അതിനുശേഷമുള്ള ആ 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹൗ ടു ബിൽഡ് എ പവർഫുൾ മോർണിംഗ് റുട്ടീൻ. എന്തുകൊണ്ടാണ് പവർഫുൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്? കാരണം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം പഠിച്ചാൽ അവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എഴുന്നേറ്റതിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. രാവിലെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടും നല്ല പ്രൊഡക്റ്റീവായിട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചതുപോലെ ഒരു ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നു, നോക്കുന്നു. നമ്മുടെ രാവിലെ നമ്മൾ വളരെ മോശമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ സൈനാണ് നമ്മുടെ ഫോൺ എടുക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ എഴുന്നേറ്റ് പാടെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ തുടങ്ങിയ ഒരു പുതിയൊരു ശീലമായിരുന്നു രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക എന്നുള്ളത്. കാരണം ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിൻ ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നും, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എത്ര വ്യൂസ് വന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ ഇവിടെ പ്രശ്നം എവിടെ വരുന്നത് അറിയാം? മേ ബി 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് മോട്ടിവേറ്റ്. ബട്ട് നിങ്ങൾ നേരെ തിരിച്ചുള്ള സിനാരിയോ ആലോചിച്ച് നോക്കൂ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് തലേന്ന് പോസ്റ്റ് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് ഒരു വ്യൂസും ഇല്ല, ഒരു സബ്സ്ക്രൈബർ കുറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടിയിട്ടില്ല, ഭയങ്കര എന്താ പറയുക കോൺസ്റ്റൻ്റ് ആയിട്ട് അതേപോലത്തെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എൻ്റെ എത്രയോ ദിവസം 1-2-3 ദിവസങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കും, എന്താ കൂടാത്തത്, എന്താ പ്രശ്നം. അതിനുശേഷം ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. കാരണം എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് ഒരു ഉപകാരം തരാത്തൊരു കാര്യമാണ് അല്ലേ. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് മാത്രമല്ലേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. അതിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക, വ്യൂസ് വരിക എന്നൊക്കെ ഉള്ളത് അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ രാവിലത്തെ അരമണിക്കൂർ സമയം ഇങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അത് എപ്പം നിർത്തിയോ അതിനുശേഷം എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ഒന്ന് യൂട്യൂബ് സ്റ്റുഡിയോ തുറന്ന് നോക്കുന്നത്. സോ അപ്പോഴത്തേക്കും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു ഡോപ്പമിൻ ഒരു റഷ് കിട്ടിയിട്ടുമുണ്ട്. അതേ സമയത്ത് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ തീർന്നിട്ടുമുണ്ട്. ആ ഡേ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഈവൻ അങ്ങനെയല്ലെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പാടെ കൂടുതലായിട്ട് ഈ റീൽസാണ് ആൾക്കാർ കാണുന്നത്. ഇതെന്ന് വെച്ചാൽ ഒത്തിരി പേര് അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ തന്നെ സ്ട്രെസ്സ് കൂട്ടാൻ, നിങ്ങളെ ഒത്തിരി സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അവരങ്ങനെയായി, ഞാൻ എപ്പോൾ അങ്ങനെയാകും എന്നുള്ള ഒരു തോട്ട്. അത് നിങ്ങളുടെ ആ ഒരു ഡേ മുഴുവൻ നിങ്ങൾക്ക് ഡീമോട്ടിവേഷനാണ് തരിക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സാണ് നിങ്ങൾക്ക് തരിക. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, മേക്ക് എ ടു ഡു ലിസ്റ്റ്. രാവിലെ തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു 22 വീഡിയോസോളം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വീഡിയോയിൽ ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് മേക്ക് എ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എഴുന്നേറ്റ് പാടെ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഈവൻ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിൽ ഒന്ന് പോയി നിൽക്കുക. എന്താണ് ജസ്റ്റ് നമ്മുടെ രാവിലത്തെ ഒരു ടൈം നമ്മുടെ നേച്ചറിനോടുള്ള ആ ഒരു കോണ്ടാക്ട് നമ്മൾ എത്രത്തോളം നിലനിർത്തണം എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ആ ഒരു ഡേ, ഈ സൺലൈറ്റ് നമ്മുടെ മേത്തോട്ട് അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹോർമോൺ, ഒരു ഡോപ്പമിൻ ഹിറ്റ് ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണ്. സോ എഴുന്നേറ്റ് പാടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്, അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് നമ്മളെ തന്നെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ ദിവസം നന്നായിട്ട് മാറും.
ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇത്രയും കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാനുണ്ട് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടും മാത്രം മതി നമ്മളെ ഒരു ഡേ മുഴുവൻ മോട്ടിവേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തൊരു കാര്യം, നമ്മൾ എന്താണ് നമ്മുടെ ബ്രെയിനിനെ രാവിലെ ഫീഡ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റൊമക്കിനെ അല്ല, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എന്ത് ഫീഡ് ചെയ്യുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈവൻ നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ കേൾക്കണം എന്ന് ഞാൻ ഒരു വാശിയും പിടിക്കുന്നില്ല, ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്ന എന്തൊരു കാര്യം നിങ്ങൾക്ക് രാവിലെ കേൾക്കാം. എസ്പെഷ്യലി നല്ല നല്ല പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ്. ഇപ്പം നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ? ഒത്തിരി പേര് എന്നെ പോലെ തന്നെ രാവിലത്തെ ഒരു സീരീസ് പോലെ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് രാവിലെ എഴുന്നേറ്റ പാടെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. ഇത് നമ്മൾ കേൾക്കുമ്പം നമ്മൾ സംഭവം ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വ്യാപൃതരായിട്ടായിരിക്കും രാവിലെ ഉണ്ടാവുന്നത്. ബട്ട് അതേസമയം നമ്മൾ അറിയാണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ രാവിലെ തന്നെ ഫീഡായി പോകുന്നുണ്ട്. സോ ഇത് നമ്മുടെ ആ ഒരു ദിവസം നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ എഴുന്നേറ്റ് പാടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രെയർ എന്നുള്ളത്. പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ? ചിലർക്ക് പ്രോപ്പറായിട്ടൊരു പ്രാർത്ഥന തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് യോഗ ചെയ്യുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തൊരു കാര്യമായാലും നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ. ഈവൻ നിങ്ങളുടെ ഒരു ബ്രീത്തിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്നതായാലും ആ ഒരു എങ്ങനെയാണ് എൻ്റെ ഒരു ബ്രീത്തിങ് പാറ്റേൺ എന്ന് അനലൈസ് ചെയ്യുന്നത് പോലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാടെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു വേൾഡിലോട്ട് നിങ്ങൾ എത്തുന്നതിനേക്കാളും മുന്നേ എപ്പോഴും നമ്മളിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് നേരം ഇപ്പോഴത്തെ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് 5 മിനിറ്റ് കണ്ണടച്ചിരിക്കുക എന്ന് പറയുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് വന്നും പോയൊക്കെ ഇരിക്കും. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി നിങ്ങൾ അറിയാണ്ട് തന്നെ ഒന്ന് കാമാവും. നിങ്ങളുടെ ബ്രെയിൻ ഒരു റഷിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ഇതായിട്ട് ഓക്കെ ഞാൻ സേഫാണ്, ഞാൻ കാമാണ് എന്ന ഒരു ചിന്ത നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ നമ്മുടെ ആ ഒരു ഡേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നമ്മൾ ഒത്തിരി കേട്ട ഒരു കാര്യമാണ്. നമ്മൾ അത്രയും നേരം ഫാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല, മൈൻഡ്ഫുൾ ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുക എന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനെ സംബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് കൈ കിട്ടുന്ന ഒരു ജങ്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഓടുക എന്നതിനേക്കാളും ഉപരിയായിട്ട് നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ബോഡിക്ക് എന്താ ആവശ്യമെന്നനുസരിച്ച് അതനുസരിച്ച് നമ്മുടെ മീൽ രാവിലത്തത് കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് രാവിലെ തന്നെ നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഒരു കാര്യം ആ ദിവസം മുഴുവൻ വളരെ ഗുഡായിട്ട് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിക്കോസ് ഇതൊന്നു പോലും ഒരു എക്സ്ട്രാ ഭംഗി തരുന്ന കാര്യങ്ങളല്ല, മറിച്ച് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ എല്ലാവരും നമ്മുടെ രാവിലെകളെ മനോഹരമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. ബട്ട് അത് ഞാൻ ഒരിക്കലും നിങ്ങൾ രാവിലെ തന്നെ ചെയ്യൂ എന്ന് ഞാൻ വാശി പിടിക്കാറില്ല. ബിക്കോസ് നമ്മുടെ ഓരോരുത്തരുടെ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. ആൻഡ് മൂവ് യുവർ ബോഡി ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ചെയ്യുക. സോ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.